തിരുവനന്തപുരം വിതുരയിൽ കാട്ടുപോത്ത് കിണറ്റിൽ വീണു. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇപ്പോൾ എന്താണ് സാഹചര്യം? റെസ്ക്യൂ ഓപ്പറേഷൻ എവിടെ എത്തി? ബെന്നിലിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് കാട്ടുപോത്ത് ഈ ഉപയോഗശൂന്യമായ കിണറിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഇതിന് പരിസരത്ത്, അതായത് ഇതൊരു വലിയ കാടിനോട് ചേർന്നുള്ള പ്രദേശമാണ്, റവന്യൂ ഭൂമി തന്നെയാണ്. പക്ഷേ ഉടമസ്ഥയുള്ള അവർ രാവിലെ ഈ പ്രദേശത്ത് റബ്ബർ വെട്ടാനായി എത്തിയപ്പോഴാണ് ഈ ഒരു കിണറ്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെയാണ് കാട്ടുപോത്ത് ഇതിനുള്ളിൽ വീണ വിവരം അറിയുന്നത്. അതായത് ഒരുപക്ഷെ ഇന്നലെ രാത്രിയോടെ ആയിരിക്കണം കാട്ടുപോത്ത് ഇതിനുള്ളിലേക്ക് വീണത്. ചെറിയൊരു കിണറാണ്, അതുകൊണ്ട് തന്നെ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കിണറിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ JCB കൊണ്ട് മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. മാറ്റിയ ശേഷം ഇപ്പോൾ ഒരാളെ ആ കാട്ടുപോത്തിനെ കയറുകൊണ്ട് കെട്ടി പുറത്തേക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെയുണ്ട്. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നടത്തുന്നുണ്ട്. പക്ഷേ കനത്ത മഴയാണ്. മഴ ചെറിയൊരു തടസ്സം രക്ഷാപ്രവർത്തനത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. എങ്കിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വീഴ്ചയിൽ 15 അടിയോളം ആഴമുള്ള കിണറാണ് എന്നാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയിൽ ഈ കാട്ടുപോത്തിന് ഗുരുതര പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി അടക്കം ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. DFO ആന്റണിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് ഉണ്ട്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കയർ കെട്ടി ഇപ്പോൾ JCBയുടെ കയ്യിൽ കയറി റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗം ഇപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇനി കയർ കെട്ടി വലിച്ചു കയറ്റാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. താൽക്കാലികമായി ഇറങ്ങിയാണ്. എന്തായാലും വളരെ ദുഷ്കരമായ പ്രവർത്തനമാണ്. ക്വിന്റൽ കണക്കിന് ഭാരമുണ്ടാകുമല്ലോ ഒരു കാട്ടുപോത്തിന്. ഇതിപ്പോൾ വലിയ ഭാരമുള്ള കാട്ടുപോത്താണോ? അതിന്റെ ഒരു വലിപ്പം എങ്ങനെയാണ് ഉമേഷ്? അത്യാവശ്യം വലിപ്പമുള്ള കാട്ടുപോത്ത് തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഴ്ചയിൽ, കാരണം ചെറിയൊരു കിണറാണല്ലോ, ഒരുപക്ഷെ ഇതിൻ്റെ വീഴ്ചയിൽ ഇതിൻ്റെ കൈകാലുകൾക്കോ മറ്റോ ഗുരുതരമായി പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വന്തം നിലയിൽ അതിന് എണീറ്റ് വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഇതിനെ വടം കെട്ടി ചെറിയ രീതിയിൽ ഇതിനെ ഈ ഒരു ഇടുങ്ങിയ സ്ഥലത്തു നിന്ന് ചെറുതായി മാറ്റുക എന്നുള്ളതാണ് ആദ്യ ശ്രമം. ആ രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഗുരുതര പരുക്കുണ്ടെങ്കിൽ അതിനെ ഇവിടെ നിന്ന് നേരെ വനംവകുപ്പിൻ്റെ ചികിത്സാ കേന്ദ്രത്തിലേക്ക്, അത് പാലോടേക്ക് മാറ്റേണ്ടി വരും. ആ രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും സുപ്രധാനം ഈ പറഞ്ഞതുപോലെ വലിയ ഭാരമാണ്. ഈ കാട്ടുപോത്തുകൾ വലിയ സൈസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഭാരമുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാലിന് ഒടിവോ മറ്റോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറ്റുക തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ആ രീതിയിൽ വലിയ സന്നാഹങ്ങൾ വേണ്ടി വരും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിൽ വടം കെട്ടി താഴേക്ക് ഇറക്കി ഇവിടെ നിന്ന് മാറ്റുക, കാലിൽ കെട്ടിയോ അല്ലെങ്കിൽ അതിനൊരു സഹായം സ്വന്തം നിലയിൽ പോകാൻ കഴിയുന്നതാണെങ്കിൽ അത്തരമൊരു സഹായം ഒരുക്കി നൽകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശ്രമം. അതിനുള്ള ശ്രമങ്ങളാണ്. ഒരു ഭാഗം, അതായത് കിണറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇപ്പോൾ മണ്ണ് മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായി മണ്ണ് മാറ്റിയ ശേഷമാണ് JCB ഉപയോഗിച്ച് കാട്ടുപോത്തിന് നടന്ന് കയറാനോ അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ തന്നെ നടന്ന് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ നടന്ന് കയറാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തായാലും അത്തരമൊരു ശ്രമം അത് പരാജയപ്പെട്ടാലായിരിക്കും അടുത്ത അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായി ഉയർത്തിക്കൊണ്ടുവരാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉയർത്താൻ ശ്രമിക്കുക. കാരണം ഈ ഭാഗത്തേക്ക് മറ്റ് സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന് JCB തന്നെ എത്തിച്ചത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിച്ചാണ്. കാരണം പൂർണ്ണമായി ഒരു കാടിനോട് ചേർന്ന പ്രദേശമാണ്. കൃത്യമായി വഴി പ്രദേശങ്ങളൊന്നുമില്ല. എന്തായാലും നിലവിൽ ആദ്യ ശ്രമമാണ്. ഈ ശ്രമം വിജയിച്ചാൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ നേരെ ഫോറസ്റ്റിൻ്റെ വാഹനത്തിൽ ഇവിടെ നിന്ന് നേരെ പാലോടുള്ള വെറ്ററിനറി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. ആരോഗ്യസ്ഥിതിയെല്ലാം പരിശോധിക്കും. അതിനുശേഷം ആവശ്യമെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക്, അതായത് ഈ വന്യജീവികളുടെ റീഹാബിലിറ്റേഷൻ ഉണ്ട്, അതിലേക്ക് മാറ്റും. അതിനുശേഷം മാത്രമായിരിക്കും കാട്ടിലേക്ക് തുറന്നുവിടുക. കാരണം അത്രത്തോളം പരുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്രത്തോളം വലിയ 15 അടിയിലേക്ക് വീഴുക, അതും ഈ പ്രദേശങ്ങളിലെല്ലാം മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ കാട്ടുപോത്ത് എന്ന വിധത്തിൽ തന്നെ പൊതുവിൽ അക്രമകാരിയായിട്ടുള്ള ഒരു ജീവിയാണ്, ഒരു വന്യജീവിയാണ്. അപ്പോൾ ഡാർട്ട് ചെയ്യേണ്ട, മയക്കോടി വെക്കേണ്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവുമോ നിലവിൽ?
അതിനുവേണ്ടി റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെ ഉണ്ട്. അത് അന്തിമ തീരുമാനം അതിൽ എടുത്തിട്ടില്ല. റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെ ഉണ്ട്. അവരാണ് അന്തിമ തീരുമാനം അക്കാര്യത്തിൽ എടുക്കുക. കാരണം ഇതിന് ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല. നേരത്തെ പറഞ്ഞതുപോലെ 15 അടി താഴ്ചയിലാണ് ഇതിൽ വീണിരിക്കുന്നത്. അതും വലിയ വീഴ്ചയാണ്. അതും ഇന്നലെ രാത്രി വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഇന്നലെ രാത്രി വീണാത്തിൽ നിന്ന് ഇപ്പോൾ 18 മണിക്കൂറോളം നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ആരോഗ്യമുണ്ട് എന്നുള്ളത് നിർണായകമാണ്. അതിനനുസരിച്ചായിരിക്കും മറ്റ് ഡ്രഗ്സിംഗ് അടക്കമുള്ള മയക്കുവെടി അടക്കമുള്ള രീതിയിലേക്ക് വേണമോ എന്നുള്ള കാര്യത്തിലേക്കെല്ലാം തീരുമാനമെടുക്കുക. എന്തായാലും DFO അടക്കം ഇവിടെയുണ്ട്. DFO അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ ആദ്യം ഇതിൻ്റെ ആരോഗ്യസ്ഥിതി അതാണ് ഏറ്റവും സുപ്രധാനം. ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട്, അതിന് സ്വന്തം നിലയിൽ പുറത്തേക്കെത്താൻ കഴിയുമോ, നിലവിൽ അത്തരത്തിൽ മയക്കുവെടിയേക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. വനംവകുപ്പ് സർജൻ ഡോക്ടർ അരുൺകുമാർ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി ഉടൻ ഒരു മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകില്ല. അല്ലാതെ തന്നെ മാറ്റാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അതെല്ലാം കാരണം എത്രത്തോളം മണിക്കൂറുകൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ അക്രമകാരിയാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഡോക്ടർക്കുള്ളത്. ആ സാഹചര്യത്തിൽ ഇനി അടുത്ത നടപടി അതാണ് ഏറ്റവും സുപ്രധാനം. എന്തായാലും ഇപ്പോൾ വടം ഈ JCBയുടെ ഈ കയ്യിൽ കെട്ടുകയും ചെയ്തു. അകത്തേക്ക് കയറ്റിയ വടം ഇനി അടുത്ത ഏറ്റവും സുപ്രധാനമായ നടപടിയിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ദൃശ്യങ്ങൾ ഒരുപക്ഷെ വിനയൻ, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ്റെ ദൃശ്യങ്ങൾ, ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ പതിയുന്നുണ്ടാവും. ഇപ്പോൾ ആ കാട്ടുപോത്തിനെ വലിച്ചു കയറ്റുന്ന ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഈ കൊമ്പുകളിലാണ് ഇത് വടം കയറ്റി ഇരിക്കുന്നത്. ഏത് ഭാഗത്തേക്കാണ് എന്തായാലും ആ ഒരു ഏറ്റവും നിർണായകമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. JCB ഉപയോഗിച്ച് വടം അതിൻ്റെ കൊമ്പുകളിൽ കൂടി കയറ്റി ഒരു കുരുക്കുണ്ടാക്കി. ആ കുരുക്കിൽ JCBയുടെ കയ്യിൽ കണക്ട് ചെയ്ത് വലിച്ചു കയറ്റാനുള്ള ആ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്തുനിന്ന് ചെറിയ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. കടുത്ത ആരോഗ്യസ്ഥിതി ഉണ്ട് അതിന്, അതായത് ആരോഗ്യ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കാലുകളെല്ലാം മടങ്ങി തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പരുക്കുകൾ ഒരുപക്ഷെ കാട്ടുപോത്തിന് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാലുകൾ ഒരു സപ്പോർട്ട്, അതായത് ശ്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വിതുരയിൽ കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്.